മുഖ്യമന്ത്രിക്കും മുഴുവൻ മന്ത്രിമാർക്കും ക്ഷണമുണ്ടെങ്കിലും ആരൊക്കെ പങ്കെടുക്കും എന്നതിൽ തീരുമാനമായിട്ടില്ല. പരിപാടി പൂർണ്ണമായും സർക്കാർ ബഹിഷ്കരിക്കില്ല എന്ന വിശ്വാസത്തിലാണ് രാജ്ഭവൻ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പരിപാടിയിൽ പങ്കെടുക്കില്ല. റഹീസ് റഷീദുണ്ട് വിവരങ്ങളുമായി. റഹീസ്, പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കില്ല എന്ന് വ്യക്തമാക്കുന്നു. അതേസമയം സർക്കാരിന് പൂർണ്ണമായും മുഖം തിരിയാൻ പറ്റുമോ? അങ്ങനെ ഒരു പരിപാടി ബഹിഷ്കരിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ ഗവർണറും സർക്കാരും രണ്ട് ചേരിയിൽ എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും, പിന്നീട് സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകുമോ റഹീസ്? സ്മൃതി, മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം മുഴുവൻ മന്ത്രിമാർക്കും ഈ ഇന്നത്തെ അറ്റ് ഹോം എന്ന ചായ സൽക്കാരത്തിലേക്ക് ക്ഷണമുണ്ട്. ഇതിൽ ആരൊക്കെ പങ്കെടുക്കും, സർക്കാർ പൂർണ്ണമായും ബഹിഷ്കരിക്കുമോ എന്നതടക്കമാണ് അറിയാനുള്ള ഒരു ആകാംക്ഷ രാജ്ഭവനുമുണ്ട്. കാരണം ഇതിനിടയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്ന ഗവർണറായിരുന്ന സമയത്ത് ഒരു തവണ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഈ പരിപാടി പൂർണ്ണമായും ബഹിഷ്കരിച്ചിരുന്നു. ആ ഒരു സ്ഥിതിവിശേഷം രാജ്ഭവനും സർക്കാരും തമ്മിൽ ഇപ്പോഴുണ്ട്. അനുരഞ്ജന ചർച്ചകൾ പോലും മുന്നോട്ട് പോകാത്ത ഒരു സാഹചര്യമാണ്. എങ്കിൽ പോലും രാജ്ഭവൻ കരുതുന്നത് മുഖ്യമന്ത്രിയും ഒന്നോ രണ്ടോ മന്ത്രിമാരുമെങ്കിലും ഇന്ന് വൈകിട്ട് നടക്കുന്ന ചായ സൽക്കാരത്തിൽ പങ്കെടുക്കുമെന്നാണ്. സർക്കാർ വൃത്തങ്ങളോട് നമ്മൾ ഇക്കാര്യം സംസാരിക്കുമ്പോൾ എന്തായാലും മുഖ്യമന്ത്രിയും മുഴുവൻ മന്ത്രിമാരും പങ്കെടുക്കില്ല എന്ന കാര്യം ഉറപ്പിച്ച് പറയുന്നുണ്ട്. മുഖ്യമന്ത്രി പങ്കെടുക്കണമോ വേണ്ടയോ, അതോ മുഖ്യമന്ത്രിക്കൊപ്പം മറ്റേതെങ്കിലും മന്ത്രിമാരും പങ്കെടുക്കണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. എങ്കിൽ പോലും പോലീസ് ഉദ്യോഗസ്ഥരോടും രാജ്ഭവനിൽ നിന്നും നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് മുഖ്യമന്ത്രി പങ്കെടുക്കും എന്നതാണ്. എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയുടെ ഷെഡ്യൂൾ വന്നപ്പോൾ വൈകിട്ടത്തെ പരിപാടിയിൽ രാജ്ഭവൻ പരിപാടി സാധ്യതയുണ്ട് എന്നൊരു കാര്യം ഇന്റലിജൻസ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പങ്കെടുക്കാനായിരിക്കും സാധ്യത. കൂടെ ഏതൊക്കെ മന്ത്രിമാർ പങ്കെടുക്കും? മുമ്പ് അനുരഞ്ജന ചർച്ചയിൽ പി രാജീവും ആർ ബിന്ദുവുമായിരുന്നു. അവർ തന്നെയായിരിക്കുമോ പങ്കെടുക്കുക? മറ്റാരെങ്കിലും ഉണ്ടോ എന്നത് കൂടി അറിയേണ്ടതുണ്ട്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ക്ഷണമുണ്ട്, പക്ഷെ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷത്ത് നിന്ന് മറ്റാരെങ്കിലും പങ്കെടുക്കുമ്പോൾ മുമ്പ് പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കാത്തപ്പോഴും ശശി തരൂരിനെ പോലുള്ള എൻ കെ പ്രേമചന്ദ്രനെ പോലുള്ള ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും പങ്കെടുക്കുമോ എന്ന് കൂടി അറിയണം. വൈകിട്ട് 6 മുതൽ 7:30 വരെയാണ് ഗവർണറുടെ സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ചുള്ള ചായ സൽക്കാരം രാജ്ഭവനിൽ നടക്കുക. സ്മൃതി. ശരി, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. സർക്കാരിന് പങ്കെടുക്കുന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടെന്ന സൂചനയാണ്. മുഖ്യമന്ത്രി പങ്കെടുക്കുമോ, ഒപ്പം മറ്റേതെങ്കിലും മന്ത്രിമാരുണ്ടാകുമോ തീരുമാനമായിട്ടില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കില്ല എന്ന് വ്യക്തമാക്കുന്നു.